ഞാനൊരു മാല എഴുതി കൊടുത്താലും അതിന്റെ പേര് എഴുതിയ ആൾ ഇന്ന ആളാണ് മാറ്റിയിട്ട് വേറെ ആളെ പേര് എഴുതി കൊടുത്താൽ മതി, സമസ്തക്കാരും പേര് അത് ചൊല്ലിയ സ്വർഗത്തേക്ക് പോകുന്ന വിശ്വസിക്കുന്ന ആളുകളാണ് പേര്. പടച്ചോന് വരെ റോളിലാണ് അവർ പറയുന്നത്. എന്നിട്ട് ഓരോ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ സമസ്തക്കാരനാ? ആ, അങ്ങോട്ട് പോരി. നിങ്ങൾ ഇഞ്ച കൈ പിടിച്ചാളാ, അങ്ങോട്ട് പോരി. നിങ്ങൾ ഇഞ്ച കാൽമ പിടിച്ചോല, അങ്ങോട്ട് പോരി. എന്നിട്ട് ഇവർക്കൊക്കെ സ്വർഗത്തേക്ക് കൊണ്ടുപോകും. പിന്നെ അപ്പോൾ അള്ളാഹ്ക്ക് വല്ല റോളുണ്ട് അവിടെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, പേരോടിന്റെ മുന്നിൽ ഉദൂനി അസ്തജിബ് ലക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ഒരു മുഅ്മിന് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ, വിളി കേൾക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് മരിച്ചുപോയവർക്ക് അതിന് കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ ആകെ ദേഷ്യപ്പെട്ട് ആകെ പരിഭ്രാന്തരായി പേരോട് പറയുന്ന കാര്യങ്ങളാണിത്. അള്ളാഹു പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്തുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളി, ഉത്തരം തരാം. അപ്പോൾ പേരോട് പറയണേ, അങ്ങനെ മുജാഹിദുകൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം തരും, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉത്തരം തരുമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ, പേരോട് പറയണം കേട്ടോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അള്ളാഹു താലാക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കി, പേരോട് നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കി, എന്നിട്ട് അള്ളാഹിനെ കൊണ്ട് കഴിയുമെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് പേരോട് വെല്ലുവിളിക്കുന്നത്. ചെറിയ കാര്യമൊന്നുമില്ല അത്. അള്ളാഹുവിനെ കൊണ്ട് കഴിയുമെങ്കിൽ പേരോടിനെ നശിപ്പിക്കട്ടെ എന്ന് അള്ളാഹുവിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പേരോട് പറയുന്നത്. കേട്ടാ, മുന്നിലിരിക്കുന്ന ആളുകൾ ആവേശം കൊള്ളിക്കാനല്ലാതെ എന്താണ് ഉപകാരപ്പെടുക? എല്ലാവരും ചിലപ്പോൾ ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. അത്ര ബോധമില്ലാത്തോല പാവങ്ങള്. കാരണം ഓല തലച്ചോറ് വില കയ്യില്ല. പിന്നെ എങ്ങനെ നന്നാവുക? നരകത്തേക്ക് കൊണ്ടുപോവാണ്. എന്നും പറയാലോ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ എന്ന് പറയുന്ന ആൾക്കാരാണ് വരെ. ഒക്കെ ഓവറാണ്. മൊയ്തീൻ ഷെയ്ഖ് കബർ കടന്നിട്ട് ഇങ്ങനെ കാണാം, കുപ്പിയിലുള്ള സാധനം നമ്മളിങ്ങനെ ഒരു മീനിനെ കെട്ടിച്ച് അങ്ങനെ കാണൂല, നമ്മൾ തെളിഞ്ഞിങ്ങനെ കാണും അല്ലേ? അതേപോലെ നിങ്ങളെ കൽബ് ആര് കാണും? ഈ പറഞ്ഞ ആൾ കാണും. അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞോളി, കുഴപ്പമില്ല, ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസമുള്ള ആളുകളോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടാവോ? ഈ കോലല്ലാവുള്ളൂ. ഇവർ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹിനെ പരിഹസിക്കും, നബിനെ കുറിച്ച് പറഞ്ഞാൽ നബിനെ പരിഹസിക്കും. തന്നെ വരെ ഏർപ്പാട്. ബാക്കിയിട്ട് കേട്ടോളി. ഉത്തരം കിട്ടും നോക്ക. ആരോടാ? അള്ളാഹിനോട്. മുന്നിലിരിക്കണ ആൾക്കാരുമാണ് സമ്മതിക്കട്ടോ. ഒന്നുകൂടി കേട്ടോളി. കേട്ടില്ല? മുജാഹിദുകളാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കാന്ന് മൂപ്പര് സമ്മതിച്ച്. മാത്രമല്ല, മുജാഹിദുകൾ ഉത്തരം കിട്ടുകയാണെങ്കിൽ ഇപ്പം തന്നെ പ്രാർത്ഥിക്കുന്നു മൂപ്പര് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ താടിയൊക്കെ നിരക്കാത്ത കാലത്താണ് കേട്ടോ. ഈ താടി നിരച്ച് വരുന്ന കാലത്ത് ഓന്തിൻ്റെ പോലെ മാറിയിട്ടുണ്ട് കേട്ടോടി. അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയാത്തവരാണ്. ഇപ്പം ഇവിടെ പറഞ്ഞ ആളെന്താണ്? ഇതേ പേരോട് തന്നെ പറയണത് അവിടെ എത്തുമ്പോൾ. ഇതാണ് വല്ല വിശ്വാസം. ആൾക്കാർക്കനുസരിച്ചൊക്കെ മാറുക. ഞാനൊരു മാല എഴുതി കൊടുത്താലും അതിൻ്റെ പേര് എഴുതിയ ആൾ ഇന്ന ആളാണെന്ന് മാറ്റിയിട്ട് വേറെ ആളെ പേര് എഴുതി കൊടുത്താൽ മതി, സമസ്തക്കാരും പേര് അത് ചൊല്ലിയ സ്വർഗത്തേക്ക് പോകുന്ന വിശ്വസിക്കുന്ന ആളുകളാണ് ഇവർ. ഇവരെ വിശ്വാസപ്രകാരം, ഇവർ മാല മൗലൂദിൽ പറയുന്ന പ്രകാരം കുറച്ച് ആളുകൾ നരകത്തിൻ്റെ വാതിൽക്ക് അങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അപ്പോൾ ഈ ആളുകളുണ്ടല്ലോ, സമസ്തക്കാരെ രക്ഷിക്കേണ്ട കുറച്ച് ആളുകൾ ആ നരകത്തിൻ്റെ വാതിൽക്കൊക്കെ പോകുമ്പോൾ അവിടെ പിന്നെ ആർക്കും റോളൊന്നുമില്ല, ഇവർക്ക് തന്നെ. പടച്ചോന് വരെ റോളില്ലാന്ന് അവർ പറയണത്. എന്നിട്ട് ഓരിങ്ങനെ ചോദിക്കും, നിങ്ങൾ സമസ്തക്കാരനാ? ആ, അങ്ങോട്ട് പോരി. നിങ്ങൾ ഇഞ്ച കൈ പിടിച്ചാളാ, അങ്ങോട്ട് പോരി. നിങ്ങൾ ഇഞ്ച കാൽമ പിടിച്ചോല, അങ്ങോട്ട് പോരി. എന്നിട്ട് ഇവർക്കൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകും. പിന്നെ അപ്പോൾ അള്ളാഹ്ക്ക് വല്ല റോളുണ്ട് അവിടെ? ഇതേ പേരോട് മുജാഹിദുകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയാത്താണെന്ന് പറഞ്ഞിട്ട് കളവ് വീണ്ടും പറയുന്നുണ്ട്. പച്ച കളവ് പറയാം. മുസ്ലിമായ മനുഷ്യന്മാർക്ക് ഉള്ള ഒരു കാര്യമില്ല. ഇവര് പക്കാ പുറത്താണെന്നുള്ളതിന് ഒറ്റ ഉദാഹരണം ഇത് മതി. നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്ക്, അള്ളാഹു ഉത്തരം തന്നെ, ഞാനൊന്ന് കാണട്ടെ എന്ന്. അതിനും വലിയ അഹങ്കാരം വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ മൂപ്പര് കാട്ടണ്? അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, ആകെ വെപ്രാളം, പരിഭ്രാന്തി. എങ്ങനെ ഇപ്പോൾ ഇതൊന്നും കഴിച്ചില്ല? ആൾക്കാരെ മുന്നിൽ വസലാവാണേ. ആ മുന്നിലിരിക്കുന്ന ആളുകളെ മുന്നിൽ വസലാവാണ്. അപ്പോൾ എങ്ങനെയും പിടിച്ചു നിൽക്കണ്ടേ? എന്ത് തെറി പറഞ്ഞിട്ടാലും പിടിച്ചു നിൽക്കും. അതോ അവസാനത്തെ പറച്ചിലാണ് പറയണത്. കുടുങ്ങിയിട്ട് കൊല്ലിക്ക് വരെ വെള്ളം മുട്ടി, വേണ്ട മൂക്ക് വരെ മുട്ടി, ഇനി മുട്ടാല്ല, ചാവുന്ന് കണ്ടപ്പോൾ പിന്നെ പറയണ തെറിയാണ് ഇതൊക്കെ. കേട്ടോളി. അതെ, ഒന്ന് ദ്വാരം നിർത്താൻ മുജാഹിദുകളെ, പേരോട് ഒന്ന് നശിക്കട്ടെ, ഒന്ന് ദ്വാരം നിർക്കും.
ഇനി ഇതേ പേരോട് പറഞ്ഞങ്ങൾ കേട്ടുള്ളൂ. കുറച്ച് നിരച്ച് വന്നപ്പോഴുള്ള മാറ്റാണോ അതോ ഇനി ആ സമയത്തിനനുസരിച്ച് മാറിയതാണോ? ഓന്തുകളുടെ സ്വഭാവമാണല്ലോ. നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്തായാലും. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാ അഥവാ സുന്നികൾ. കേട്ടില്ലേ? നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ താടി നരച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചോളി. അവ നിരക്കാത്ത കാലത്തുള്ള ആവേശമാണ് കണ്ടത്. ഇപ്പൊ ദ്വാരുന്നോളി പേരോട് നശിക്കട്ടെ എന്ന്. പേരോട് അങ്ങനെ നശിക്കൂല. കാരണം എന്താ അറിയോ? ഇത് ശിർക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ച് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളൊരു ഉത്തരവാദിത്വം പേരോടിനുള്ളതുകൊണ്ട് പേരോട് പെട്ടെന്നൊന്നും ചിലപ്പോൾ നശിച്ചു പോകില്ല. പിന്നെ അത് ചെയ്യാൻ വേറെ ആൾ വന്നിട്ട് വേണ്ടേ? അത് കുറച്ച് ബുദ്ധിമുട്ടാണേ. അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ ആമീൻ പറയാത്ത ആളുകളാണ് മുജാഹിദുകൾ. ഇത് രണ്ടും പേരോട് തന്നെ പറയണത്. ഇത്രയൊക്കെയാണ് ഇവരെ വിശ്വാസം. ഈ വിശ്വാസത്തോടു കൂടി ജീവിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ നഷ്ടം വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു തആല തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ഈമാനോട് കൂടി ജീവിക്കാനും ഈമാനോട് കൂടി മരിക്കാനും. കാരണം ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ ഷിർക്ക് തന്നെയാണ്. ഷിർക്ക് അള്ളാഹു പുറത്തു തരില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് വേറെ തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹിൻ്റെ കാരുണ്യത്താൽ അത് പുറത്ത് തന്നേക്കാം. പക്ഷേ ഷിർക്ക് എന്ത് ചെയ്യൂല, അള്ളാഹു ഒരു കാരണത്താലും പുറത്തു തരില്ല. ഇന്ന ഷിർക്ക ലദുൽമുൻ അലീം എന്ന് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇസ്ലാം ദീനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.